പാകിസ്ഥാൻ നടത്തുന്ന ഭീകരതയെ തുറന്നുകാട്ടാൻ ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രതിനിധി സംഘത്തിൽ തൃണമൂൽ കോൺഗ്രസ് അംഗത്തെ അയക്കുന്നില്ലെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. യൂസഫ് പത്താനെയാണ് കേന്ദ്ര സർക്കാർ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ നീക്കം പാർട്ടി നേതൃസംഘത്തെ അറിയിക്കാതെ നടന്നതായി മമതാ ബാനർജി ആരോപിച്ചു. പാർട്ടിയോട് ചോദിക്കാതെയുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് അംഗത്തെ അയക്കില്ലെന്ന് അറിയിച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, അമർ സിംഗ് എന്നിവർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇവർക്കും അനുമതി നൽകിയതായി AICC വ്യക്തമാക്കി. ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം US, ബ്രസീൽ, പനാമ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പഹൽഗാം ഭീകരാക്രമണം നടന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈനിക നടപടി സ്വീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെ തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് നയതന്ത്ര പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ 7 സർവകക്ഷി പ്രതിനിധി സംഘങ്ങളെ അയക്കുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. NDA മാത്രമല്ല, എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള MPമാരുടെ ഒരു പ്രതിനിധി സംഘമാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അവർ ലോകരാജ്യങ്ങൾ സഞ്ചരിച്ച് പാക് ഭീകരതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകും. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ കപടമുഖം തുറന്നുകാട്ടുന്നതിനും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് പ്രധാന രാജ്യങ്ങളിലേക്ക് സർവകക്ഷി പ്രതിനിധികളെ അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇത് പാകിസ്ഥാനെതിരായ 2ാം ഘട്ട നയതന്ത്ര യുദ്ധമായാണ് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികൾ അവരുടെ MPമാരെ ഇതിനായി അയക്കാൻ സമ്മതിച്ചിട്ടുമുണ്ട്. ഇതിനിടയിൽ ശശി തരൂരിനെ കേന്ദ്രം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസിൽ വലിയ അതൃപ്തിക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പാർട്ടിയോട് ആലോചിക്കാതെ സ്വീകരിച്ച ശശി തരൂരിനെതിരെ PJ കുര്യൻ രംഗത്ത് വന്നു. എത്ര വലിയ വിശ്വപൗരനാണെങ്കിലും MP ആക്കിയത് കോൺഗ്രസ് ആണ്. ശശി തരൂർ അത് മറക്കരുത്. സാമാന്യ മര്യാദ കാട്ടണമായിരുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കണമായിരുന്നു. മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല, എന്നാൽ മോദിയുടെ തെറ്റുകളും തുറന്നു പറയണം. തരൂർ BJPയിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം ശക്തമായിരിക്കുകയാണ്. വിദേശകാര്യ പാർലമെന്ററി സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാർട്ടി ആവശ്യപ്പെടണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അച്ചടക്ക ലംഘനത്തിന് വിശദീകരണം തേടണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. തരൂർ ക്യാമ്പും കടുത്ത അതൃപ്തിയിലാണ്. കേന്ദ്ര സർക്കാർ ക്ഷണം കിട്ടിയ കാര്യം രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും തരൂർ അറിയിച്ചിരുന്നു. പാർട്ടി പട്ടിക നൽകുമെന്നായിരുന്നു ഇരുവരുടെയും നിലപാട്. വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ് തനിക്കുള്ള ക്ഷണമെന്ന് തരൂർ ധരിപ്പിച്ചുവെങ്കിലും ഇരുവരും പ്രതികരിച്ചിട്ടില്ലെന്നും തരൂരിനോടുള്ള അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നു.